ശ്രീ ഷിബു തിരുവനന്തപുരം, നമുക്ക് ഇനി രണ്ട് ഭാഗം, അതായത് ഒരു വിഭാഗം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇപ്പോഴും വലിയ കഷ്ടത്തിലാണെന്നാണ് അറിയുന്നത്. പ്രവാസ ലോകത്ത് അവിടെ ഈ സലൂണുകളിൽ ജോലി ചെയ്യുന്നവർ, ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് സൗദിയിലെ അവസ്ഥ എന്താണ്? മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ 3, 4, 5, 6 മാസമായിട്ട് യാതൊരു വരുമാനവുമില്ലാതെ നരകതുല്യമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. സൗദിയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ? നിർമ്മാണ മേഖല സജീവമാണോ? അതുകൊണ്ട് നിർമ്മാണ മേഖലയിലുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ രണ്ട് മേഖലയിലുള്ളവരുടെയും അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? കഴിഞ്ഞ ഒരു 3 മാസക്കാലം ഈ പറഞ്ഞതുപോലെ ബാർബർ ഷാപ്പിലെയും അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികൾക്കും ഒക്കെ വളരെയധികം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എന്റെ സംഘടന പോലുള്ള നവോദയ പോലുള്ള സംഘടനകൾ ഈ ബാർബർമാർക്ക് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ഒരു സഹായം ഈ കഴിഞ്ഞ 3-4 മാസങ്ങളിൽ ഞങ്ങൾ ചെയ്തു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്യുക, അവരുടെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവ്, ആഫ്റ്റർ കോവിഡ് എന്ന് പറയപ്പെടുന്നത് വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ബാർബർമാരുടെ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. എല്ലാ ബാർബർ ഷാപ്പുകളും തുറന്നിട്ടുണ്ട്. നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് വന്നിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ. മറ്റൊന്ന്, നമ്മളിപ്പോൾ ശ്രീ ഷിബു, മടങ്ങുന്ന പ്രവാസികളുടെ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് എത്ര വേഗത്തിൽ മടങ്ങിയെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് മടങ്ങിയെത്താൻ സാധിക്കാത്ത ഒട്ടേറെ പേരുണ്ട്. അവരുടെ കാര്യമായിരിക്കും കഷ്ടം. എന്തൊക്കെ പരിഗണനയാണ് അവർക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരു കാരണവശാലും മറന്നുകൂടാൻ സാധിക്കാത്തത് കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് പ്രവാസികളുടെ പണം തന്നെയാണ്. ഗൾഫ് നിന്നും വരുന്ന ആ വരുമാനം, അതിനെ ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താനോ മറക്കാനോ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇവിടെ കിട്ടുന്ന പരിഗണന എത്രത്തോളം ആശാവഹമാണ്? ഒപ്പം തന്നെ നിലവിൽ അവർക്ക് എന്തൊക്കെ സഹായമാണ് കേരളത്തിൽ കിട്ടേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുവന്നാലും സൗദി അറേബ്യയിൽ നിന്ന് വലിയ തോതിൽ റീ എൻട്രിക്ക് നാട്ടിലാളെത്തിയിട്ടില്ല. ഈ പോയിട്ടുള്ള പ്രവാസികളിൽ ഏതാണ്ട് 80% ജോലി മതിയാക്കി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോയവരാണ്. ഈ ബാക്കി വരുന്ന 20% നാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിൽ കേരള ഗവൺമെന്റ് ഇത്തരത്തിൽ നാട്ടിൽ കുടുങ്ങിയിട്ടുള്ള, തിരിച്ചു വരാൻ കഴിയാതെ നാട്ടിൽ നിൽക്കുന്ന, അതായത് ജനുവരി 1-ാം തീയതി മുതൽ നാട്ടിൽ എത്തപ്പെട്ടിട്ടുള്ള ഈ പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി നോർക്ക വഴി 5000 രൂപ അവിടെ നിൽക്കുന്ന മുഴുവൻ പ്രവാസികൾക്കും ഗവൺമെന്റ് നൽകുകയുണ്ടായി. ഇന്നലെ മാത്രം അതിന്റെ കണക്ക് അവസാനിച്ച സമയത്ത്, ഇന്നലത്തെ കണക്ക് അവസാനിച്ച സമയത്ത് 28.5 കോടി റുപ്യ, അതായത് 57,000 പേർക്ക് ഇതിന്റെ ആനുകൂല്യം നൽകുവാൻ കേരള ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായി കാണാൻ പാടില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഇടപെടൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായി തന്നെ പറയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് ഗിരിജൻ, അദ്ദേഹം പറഞ്ഞത് മുഴുവനും കുറെ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചാണ്. ഇൻഷുറൻസ് പദ്ധതികളിലുപരി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ പുനരധിവാസം എന്ന് പറയപ്പെടുന്നത് വർഷങ്ങളായി, കാലാകാലങ്ങളായിക്കൊണ്ട് മലയാളി സംഘടനകളും മലയാളി പ്രവാസികളും ഒക്കെ തന്നെ വിവിധ സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഗവൺമെന്റ് ഈ തിരിച്ചെത്തപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അതായത് അവർക്ക് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നേരത്തെ നിലവിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ എന്നുള്ളത് 30 ലക്ഷം രൂപ വായ്പ നൽകിക്കൊണ്ടുള്ള പദ്ധതിക്ക് നമുക്കറിയാം, ND പ്രേം, നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
അതിൽ ധാരാളം പേർ ഇപ്പോൾ അപേക്ഷ നൽകുന്നുണ്ട്. അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോണ് പാസാക്കി കൊടുത്ത് അവർക്ക് അവരുടെ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ക്ഷമിക്കുക അതിൽ രണ്ട് കാര്യത്തിൽ ഇടപെടൽ ഉണ്ട്. ഇത്തരത്തിൽ 15 ദിവസത്തിനുള്ളിൽ കിട്ടുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ ഉയരുന്നുണ്ട്. താങ്കൾക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമെങ്കിൽ ഇടപെടുക. കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും സുതാര്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് ഉറപ്പുവരുത്തി സർക്കാർ, മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയാണ് എങ്കിൽ തന്നെയും അത് ആരുടെ പിഴവ് കൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥത കൊണ്ടായിരിക്കണം. ഇടപെടൽ നടക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് ഈ 15 ദിവസത്തെ കണക്ക് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്, ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ കൃത്യമായ അറിവുള്ളത് കൊണ്ടാണ് ഒട്ടേറെ പേർ ഈ ഒരു വിഷയത്തിൽ അപേക്ഷയുമായി പോവുകയും അവർക്ക് നിരാശരായി മടങ്ങി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, ഈ 28.5 കോടി രൂപ ഇന്ന് വരെയുള്ള കണക്കാണോ അങ്ങ് ഉദ്ദേശിച്ചത്? 57,000 പേർക്ക് നൽകി എന്ന് ഉദ്ദേശിച്ചത്? എത്രയോ ആളുകളുണ്ട്. എന്റെ മുഹമ്മദ് പറഞ്ഞു കേൾക്കൂ. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ചിട്ട് 28.5 കോടി റുപ്യ. ഞാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സമയമുണ്ടെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് വീതം കൊടുത്തിട്ടുണ്ട്? 57,000 പേര് ഇതിന്റെ ഉപഭോക്താക്കളായി മാറിയിട്ടുണ്ട്. ഇനി നിലവിൽ വീണ്ടും അപേക്ഷ വന്നിട്ടുണ്ട്. ആ അപേക്ഷകരെ തീർച്ചയായിട്ടും പരിഗണിക്കുക തന്നെയാണ്. ഒരാൾ പോലും അതിൽ മാറ്റി നിർത്തപ്പെടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 6,150 പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദിന്റെ മലപ്പുറം ജില്ലയിൽ 11,366 പേർക്ക് 11,366 പേർക്ക് ഈ 5,000 രൂപയുടെ ഫലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എല്ലാ ജില്ലയിലേക്കും പോകുന്നില്ല, സമയം കുറവില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരള ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഈ കാര്യത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 15 ദിവസം, ഈ 15 ദിവസത്തിനുള്ളിൽ ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഫോളോ അപ്പ് നടത്തി കഴിഞ്ഞാൽ ഈ വായ്പ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന കൂടി വേദിയാണ്. ഈ നോർക്കയുടെ സമക്ഷം അപേക്ഷ സമർപ്പിക്കാൻ പോകേണ്ടവർ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഇതൊരു വലിയ അവസരമാണല്ലോ. 15 ദിവസം കൊണ്ട് അവർക്ക് ഇത്രയും നല്ലൊരു തുക വായ്പയായി ലഭിക്കുന്നുണ്ട്. എത്രത്തോളം സബ്സിഡി സാഹചര്യം ആനുകൂല്യം അതിനുണ്ട്, അതല്ലെങ്കിൽ ഇളവുകളുണ്ട്, എത്ര പലിശയാണ് അതിന് ഈടാക്കുക? ഇതില് പല പ്രവാസികൾക്കും ഇത് വലിയ തോതിലുള്ള ഒരു ബോധവൽക്കരണം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർക്കാർ എന്താ ചെയ്തത്? കഴിഞ്ഞ മാസം 14-ാം തീയതി എല്ലാ ജില്ലയിലും പ്രവാസികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളെ മുഴുവനും ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് ഏത് വിധത്തിലാണ് ഈ വായ്പ തരപ്പെടുത്താൻ കഴിയുക, നിങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDPREM എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഈ കമ്പനി അത് സഹായിക്കും. തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രോജക്റ്റുമായിട്ട് അതാത് ജില്ലാ ഓഫീസുകളിലെ നോർക്ക ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് അപേക്ഷ നൽകി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രവാസികൾക്ക് വേണ്ടി ഇത്രയും വലിയ തോതിലുള്ള ഒരു പുനരധിവാസ പദ്ധതി. അത് മാത്രമല്ല, ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗിരിജൻ കുറെ ഇൻഷുറൻസ് പദ്ധതികളില് അദ്ദേഹം കുറെ അത്തരത്തിലുള്ള കുറേയേറെ സാമ്പത്തികമായിട്ട് നമുക്ക് നിക്ഷേപം നടത്തി പിന്നീട് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിവിഡൻഡ് പദ്ധതിയുണ്ട്. അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം രൂപ വരെ ഈ ഡിവിഡൻഡ് പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10% ഡിവിഡൻഡ് ഗ്യാരണ്ടിയാണ്. 10% ഡിവിഡൻഡ് നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രവാസികൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് കേരള പ്രവാസി ബാങ്കുമായി ചേർന്നുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്. അത് 3 വർഷം കഴിഞ്ഞ് ഈ തുക കിട്ടുന്നു മാത്രമല്ല, അത് കഴിഞ്ഞ് അവരുടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് ഭാര്യക്കോ അത് കഴിഞ്ഞാൽ അതിന്റെ മക്കൾക്കോ 3 തലമുറകൾക്ക് ഈ പൈസ ലഭ്യമാക്കുകയും അത് കഴിഞ്ഞാൽ അടച്ച പൈസ തിരികെ ലഭിക്കുകയും ചെയ്യുന്ന ഈ ഡിവിഡൻഡ് പദ്ധതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു പദ്ധതി വളരെ സജീവമായിക്കൊണ്ട് കേരള ഗവൺമെന്റ് വളരെ ഗംഭീരമായിക്കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള, അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ബോധവൽക്കരണം, തീർച്ചയായിട്ടും ബ്ലൂ കോളേഴ്സിനെ വരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണിത്. അതുപോലെ തന്നെയാണ് പ്രവാസികൾക്ക് ഒരു കാര്യം കൂടി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പ്രവാസികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം തന്നെ
സർക്കാർ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്കും ഒരു ബോധവൽക്കരണം അനിവാര്യമാണ് എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പല പദ്ധതികളുമായി ഈ പ്രവാസികൾ എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല. എന്താണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഗൾഫ് മേഖലയിലേക്ക് ഓടുകയും അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് മടങ്ങി വരുന്നവരും അല്ല. അവർ ഏത് മേഖലയിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യത്തിൽ ജോലി ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് അതിനൂതന സംവിധാനവും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്. അത്രയും മികച്ച, അത് ബിസിനസ് മേഖലയാണെങ്കിൽ അങ്ങനെ, അതല്ല നിർമ്മാണ മേഖലയാണെങ്കിൽ അങ്ങനെ, കാർഷിക മേഖലയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അവരുടെ എക്സ്പീരിയൻസും അവരുടെ സ്കില്ലും അത്രയേറെ മികച്ചവരാണ്. അവർ മടങ്ങിയെത്തുമ്പോഴാണ് പലപ്പോഴും നിരാശാജനകമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നത്, പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്നൊക്കെ തന്നെ പലപ്പോഴും നേരിടേണ്ടി വരുന്നത്. അക്കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് കാണേണ്ടി വരുന്നത് കൊണ്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം അനിവാര്യമായി വന്നേക്കും. എന്തായാലും അങ്ങ് പറഞ്ഞ കാര്യം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. സംസ്ഥാനം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എങ്കിൽ തന്നെയും ഇത് നടപ്പിലാക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ ശ്രീ നിബുവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ നിബു വർഗീസ്, ഇപ്പോൾ നമ്മൾ ഇത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഒരു ചർച്ചയായി ഞാൻ കാണുകയാണ്. എന്താണ് അങ്ങേക്ക് ഇതിലേക്കായി പറയാനുള്ള കാര്യങ്ങൾ? അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായുമുണ്ട് പരിഹരിക്കപ്പെടാൻ വേണ്ടി. കാരണം പ്രവാസികൾ പലപ്പോഴും ആരും സഹായിക്കാനില്ലാതെ ഒരു തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആത്മഹത്യയ്ക്ക് പോലും കാരണമാകാറുമുണ്ട്. ചില കാര്യങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുകയല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡ് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ആവർത്തിച്ച് പറയുന്നത്. ഒരു കാരണവശാലും പ്രവാസി വ്യവസായി എന്നല്ല, ഒരു നിക്ഷേപകനും നിരാശയോടുകൂടി മടങ്ങിപ്പോകേണ്ടി വരരുത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിയമം അനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുക എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ. കാരണം പലപ്പോഴും കൊടിപിടിക്കുന്നവരുടെ മർദ്ദനം, കഴിഞ്ഞ ഒരാഴ്ച പോലുമായിട്ടില്ല ഒരു പ്രവാസി വ്യവസായിക്ക് മർദ്ദനമേറ്റിരിക്കുന്നു യൂണിയൻകാരിൽ നിന്നും. അത് നോക്കുകൂലി കൊടുക്കാത്തതിൻ്റെയും മറ്റുമൊക്കെ പേരിൽ അവരുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അതിൻ്റെ ദൃശ്യസഹിതമാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും പറയാം നമുക്ക്. എന്നോടാണോ ലിയോ? അതെ, ശ്രീ നിബു. അതെ, ലിയോയുടെ ആത്മാർത്ഥതയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ ഞാൻ സംശയിക്കുന്നില്ല. തീർച്ചയായും അതിനോട് യോജിച്ചുകൊണ്ട് നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഗിരിജൻ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ ഷിബു കേരള സർക്കാരിന്റെ ചില പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും ഈ രണ്ട് സർക്കാരുകളും നമ്മൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, നമ്മുടെ സർക്കാരാണ്. തീർച്ചയായും എല്ലാ മനുഷ്യരും ഇത്തരം വിവിധ സർക്കാരുകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളാവണം. അവർക്ക് വേണ്ടത് അവർ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിൽ ഏതാണ് മികച്ചത്, ഏതാണ് മോശം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഓരോ പദ്ധതികളും ഓരോ വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഗിരിജൻ പറഞ്ഞ സുകന്യ സമൃദ്ധിയുടെ ഒരു പ്രായോജകനാണ് ഞാൻ. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് സുകന്യ സമൃദ്ധി. അത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പദ്ധതിയാണ്. നമ്മൾ ഇതൊന്നും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതുകൊണ്ട് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അത് എടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ കേരളത്തിലായാലും അത് തന്നെ. ഇതെല്ലാം സർക്കാരുകളെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിനെ തീർച്ചയായും നമ്മൾ നല്ല പോസിറ്റീവായി തന്നെ നോക്കിക്കാണണമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലിയോ പറഞ്ഞ വിഷയം, തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ തൊഴിലാളി സംസ്കാരം, നമ്മുടെ കാഴ്ചപ്പാട് തീർച്ചയായും മാറേണ്ടതുണ്ട്. നമ്മുടെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ബോധവാന്മാരാക്കി. എന്നാൽ അവരുടെ കടമകളെ കുറിച്ച് അത്ര കണ്ട് ബോധവാന്മാരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായും ഇപ്പോ കേരള സർക്കാർ ഏതാണ്ട് 26 കോടി രൂപയോളം നോർക്ക വഴി 5000 രൂപ വിതരണം ചെയ്തു എന്ന് പറഞ്ഞു. നല്ല കാര്യം തന്നെ. അതൊക്കെ നടന്ന കാര്യങ്ങളാണ്. എന്നാൽ അത് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ മതിയായതാവുമോ? ഇല്ല. തീർച്ചയായും ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് നമുക്കത് പരിഗണിക്കപ്പെടാം. എന്നാൽ അതിൽ തടഞ്ഞു നിൽക്കാതെ പ്രവാസികളായ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ സാധാരണക്കാരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ വഴികൾ, പുതിയ വഴികൾ നമ്മൾ തേടേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം സർക്കാർ ഇതിനുപരി
ഈ പറഞ്ഞ പദ്ധതികൾക്കുപരി നിലവിൽ ഒരു തൊഴിൽ സംസ്കാരം, ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. നമുക്ക് ആർക്കും സംശയമില്ലാതെ ഏതൊരാളോട് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും, കേരളത്തിലെ തൊഴിൽ സംസ്കാരം അല്ലെങ്കിൽ ഒരു വിപണി സംസ്കാരം തീർച്ചയായും ഒരു വ്യവസായത്തിനോ ഒരു സംരംഭകർക്കോ അനുഗുണമായ ഒരു അവസ്ഥയല്ല. കാരണം നമ്മൾ അത്രമാത്രം നമ്മൾ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. നമുക്കവിടെ മാനുഫാക്ചറിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ടൂറിസം പോലെ, IT പോലെ, അത്തരത്തിലുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അത് പ്രവാസികളായ ലിയോ പറഞ്ഞതുപോലെ വളരെ മിടുക്കന്മാരായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ അത് ചെയ്തുകൊള്ളും. പക്ഷെ അതിന് സർക്കാർ ഒരു 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 കുറച്ചുകൂടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ കാണുന്ന ആ ഒരു സ്പെഷ്യൽ സോണുകൾ ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. കുറേയേറെ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോഴും നോക്കുകൂലി പോലുള്ള ദുരാചാരങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അതൊക്കെ നിരോധിക്കപ്പെട്ടതാണെങ്കിൽ പോലും നോക്കുകൂലി ഇന്നുമുണ്ട്. അത് കാരണം എത്രയോ സംരംഭകർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ നിക്ഷേപത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിക്ഷേപകർക്ക് നൽകണം. അവർക്ക് വഴിവിട്ട സഹായം ചെയ്യണം എന്നല്ല ഞങ്ങൾ ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. നിയമം അനുശാസിക്കുന്ന എല്ലാ സഹായവും, അവർ ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും വേണ്ട സേവനം അവർക്ക് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ മേശയ്ക്ക് മുന്നിലും കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യം അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത നിയമങ്ങളുടെയും നൂലാമാലകളുടെയും പേര് പറഞ്ഞ് ഫയൽ മുന്നോട്ട് ചലിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രതികാര നടപടികൾ നമ്മുടെ കേരളത്തിലെ പല ഓഫീസുകളിൽ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അതൊക്കെ അനുവദിക്കാൻ പാടില്ല. അതിനെല്ലാവരും, അത് ഏത് മേഖലയാണെങ്കിൽ തന്നെയും പ്രവാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അതിന് ഒരു അറുതി വരുത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. ശ്രീ മുഹമ്മദ് കെ മുഹമ്മദിലേക്ക് പോവുകയാണ്. ശ്രീ മുഹമ്മദ് കെ മുഹമ്മദ്, അങ്ങ് നേരത്തെ പ്രവാസികൾക്ക് സംസ്ഥാനം നോർക്ക വഴി വിതരണം ചെയ്ത പണത്തിൻ്റെ ഒരു വിഷയത്തിൽ അങ്ങ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അങ്ങേക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്? പ്രിയപ്പെട്ട ലിയോസം, ഈ ഷിബു സാറ് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം കഴിഞ്ഞ നവംബറിലും ഡിസംബറിലും എല്ലാം നാട്ടിൽ പോയി, അതിനുശേഷം ജനുവരിയിൽ തിരിച്ചു വരാൻ, മാർച്ചിൽ തിരിച്ചു വരാൻ നിന്നിരുന്ന പല പ്രവാസികളും ഇന്നും 5000 രൂപ കിട്ടാത്തവർ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം പലർക്കും കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ കേരള നിയമസഭയില് ഇന്ന് പലർക്കും കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ പലർക്കും കിട്ടാത്തവരുണ്ട്. കേരള നിയമസഭയില് ഇവർ ഈ പറയുന്ന പല കണക്കുകളും സത്യമല്ല എന്നുള്ളത് വളരെയധികം കേരളത്തിലെ മുഴുവനും അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ ഇന്നലെ തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞതാണല്ലോ മാഹി തലശ്ശേരി പാതയുടെ കാര്യം. നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മാഹി തലശ്ശേരി പാത ഞങ്ങളിതാ എത്ര റെഡിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങളായി മാറിയിരിക്കുകയാണ് കേരള സർക്കാർ. പ്രവാസികളുടെ പേരിലാവട്ടെ മറ്റുള്ളവരുടെ പേരിലാവട്ടെ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ അത് കൃത്യമായിട്ടൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഷിബു സാർ ഇവിടെ പറഞ്ഞില്ലേ 10 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് പച്ചക്കള്ളമാണ്. 20 ലക്ഷം രൂപ 2001 മുതലേ ഈ 20 ലക്ഷം രൂപയുടെ പദ്ധതി പ്രവാസികൾക്കുണ്ട്. അത് 30 ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. 15 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മായാജാലവും കേരളത്തിൽ നടത്തുന്നില്ല. അവർക്ക് വേണ്ടത് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് വേണം, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ ആധാരം വേണം, അതിന്റെ കുടിക്കട വേണം, നീതി അടച്ച റെസീപ്റ്റ് വേണം, നിങ്ങളുടെ അതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങൾ വേണം, നിങ്ങൾ അത് തിരിച്ചടക്കാനുള്ള സോഴ്സുകൾ വേണം. ഇതൊക്കെ എത്ര ആളുകള്, ഞാൻ ഇതുപോലെ ഈ കാനറ ബാങ്കിൽ ഒരിക്കൽ പോയതാണ്. അന്ന് പോയപ്പോഴേ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് വാഹനം എടുത്തവന് തിരിച്ചടക്കുന്നില്ല, നിങ്ങൾ വാഹനം തിരിച്ചു കൊണ്ടുപോയിക്കോളൂ പിടിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് 20 ലക്ഷം റുപ്യാണ്. അന്ന് 20 ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത്. 20 ലക്ഷം രൂപയ്ക്ക് ഇന്നോവ കാർ എടുത്ത് സർവീസ് നടത്താൻ വേണ്ടി കൊടുത്തിട്ട് അവരതിന് ശേഷം പറയുന്നത് നിങ്ങൾക്ക് ആധാരം ഇല്ലാതെ ഞങ്ങൾ ലോൺ കൊടുക്കില്ല. ആധാരം കൊടുത്താൽ എവിടുന്ന് ലോൺ കിട്ടില്ലേ? അതിന് അന്ന് UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതില് 15% സബ്സിഡി ഉണ്ടായിരുന്നു.
കൃത്യമായിട്ട് തിരിച്ചടക്കുന്നവർക്ക് 15% സബ്സിഡി ഉണ്ടായിരുന്നു. 20 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ 3 ലക്ഷം രൂപയുടെ സബ്സിഡി പദ്ധതി മുമ്പേ ഉണ്ട്. അത് കേരള സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്നതല്ല. പിന്നെ മറ്റൊന്നുള്ളത്, കോടിക്കണക്കിന് രൂപ പ്രവാസികളുടെ പേരിൽ പിടിച്ചെടുത്തിട്ട് ആ നോർക്കയുടെ കാർഡിനാവട്ടെ, ഇൻഷുറൻസ് പദ്ധതി ആവട്ടെ, ക്ഷേമനിധി ആവട്ടെ, പ്രവാസികളുടെ പേര് പറഞ്ഞിട്ട് കോടിക്കണക്കിനാണ് പിരിച്ചെടുക്കുന്നത്. ഈ കോടിക്കണക്കിന് പിരിച്ചെടുക്കുന്നത് 28 കോടിയല്ലേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ കോടിക്കണക്കിന് രൂപ അല്ലാതെ തന്നെ കേരള ഗവൺമെന്റ് തൂത്തടിക്കാണ്. ലോക കേരള സഭ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികൾക്ക് ഒരു ഗുണവും ഇല്ലാതെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇതുപോലെയുള്ള ഒരു സൂം മീറ്റിംഗ് കൂടെ നടത്താവുന്ന കാര്യം ഒരു കേരളത്തിലെ മുഴുവൻ 5 സ്റ്റാർ, കേരളത്തിലെ പ്രമുഖ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി റൂമും ഫുഡും ചെലവും കാര്യങ്ങളും അതൊക്കെ കൊടുത്തിട്ട് കോടിക്കണക്കിന് ദൂർത്തടിക്കാണ്. ഈ ദൂർത്തടിക്കുന്ന പൈസ മതി കേരളത്തിലെ പ്രവാസികളെ അവിടെ പുനരധിവസിപ്പിക്കാൻ. അവർക്ക് വേണ്ടത് അവരവരുടെ തൊഴിലിന് ആസ്പദമായ പദ്ധതികളാണ്. എല്ലാവർക്കും 5000 രൂപ അല്ല വേണ്ടത്. പ്രവാസികളിലെ ബിസിനസ്സുകാരായ ആളുകളെ പുനരധിവസിപ്പിക്കാൻ ബിസിനസ് പദ്ധതികളാണ് വേണ്ടത്. നേരത്തെ ഇവിടെ ലിയോ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള സോണുകളാണ് വേണ്ടത്. സ്മാർട്ട് സിറ്റി പോലെയുള്ള ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ഇതുപോലെ ചെറുകിട വ്യവസായ സോണുകൾ സ്ഥാപിക്കുകയും അവിടേക്ക് വേണ്ട ലൈസൻസുകളും കാര്യങ്ങളും പെട്ടെന്ന് കൊടുക്കുകയും വേണം. ഞാനും നാട്ടിലൊരു കമ്പനി രൂപീകരിച്ച ആളാണ്. എനിക്ക് നാട്ടില് ഞങ്ങൾ ഇതുപോലെ 50 പ്രവാസികൾ കൂടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 3.5-4 ഏക്കർ ഭൂമി അതിലേക്ക് എടുത്തു. അതിന്റെ ഓരോ ഘട്ടങ്ങളും വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ 15, 20, 25 തവണ കയറി ഇറങ്ങിയാൽ പോലും ഒരു ജമ മാറ്റിയ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഒരാളുടെ മറ്റൊരാളുടെ പേരിലുള്ള ഭൂമി നമ്മുടെ പേരിലേക്ക് മാറ്റി അതിന് നമ്പർ ഇടിക്കാൻ പോകണമെങ്കിൽ ജമ മാറ്റണം. ഈ ജമ മാറ്റുന്ന സംവിധാനത്തിന് വില്ലേജ് ഓഫീസിൽ കയറി 15, 20 തവണ കയറി ഇറങ്ങണം. RRO സർട്ടിഫിക്കറ്റ്, RRO എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ രജിസ്ട്രേഷൻ നടത്തുന്നതിന്റെ മുന്നേ ഈ RRO സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. വില്ലേജ് ഓഫീസർ വന്ന് ആ ഭൂമി കണ്ട് ഇത് ഇയാളെ പേരിലാണെന്ന് ഉറപ്പുവരുത്തണം. 10, 15 പ്രാവശ്യം പോയാൽ അവർ വരില്ല. അത് കഴിഞ്ഞിട്ട് എത്ര സമയമാണ് പ്രവാസികൾക്ക് നഷ്ടപ്പെടുന്നത്? നമ്മൾ 1-2 മാസത്തിന് പോയി നമ്മുടെ ഒരു പ്ലാൻ തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും നടക്കുന്നില്ല. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഷിബുവിന്റെ മുഖ്യമന്ത്രി ഇവിടെ ജില്ലയായ കണ്ണൂര് ഒരു പ്രവാസി ആത്മഹത്യ ചെയ്തത് നിങ്ങളൊക്കെ മറന്നോ? ആ പ്രവാസിയുടെ അവസാനം നമ്പർ കിട്ടാൻപ്പെട്ട കഷ്ടപ്പാട് നമുക്കെല്ലാം അറിയുന്നതല്ലേ. 5%, അതിനുശേഷമല്ലേ നിയമം കൊണ്ടുവന്നത്. 5% വരെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പാസ്സാക്കി കൊടുക്കണം, അവരുടെ പെനാൽറ്റി വാങ്ങിക്കൊണ്ട്. എന്താ മൂന്നാറില് എത്ര കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് അച്യുതാനന്ദൻ സർക്കാർ വരുത്തി വെച്ചത്? എന്നിട്ട് എന്താ ചെയ്തത്? ആ ഭൂമി വീണ്ടും പാർട്ടിക്കാർക്കും പാർട്ടി പറയുന്നവർക്കും വീതിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. അവിടെ എന്താണ് ചെയ്തത്? അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? വല്ല പ്രവാസികളും ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആവട്ടെ അതുപോലെയുള്ള കാര്യങ്ങളാവട്ടെ അത് അവരിൽ നിന്ന് പെനാൽറ്റി വാങ്ങണം. അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ആ പദ്ധതി അവിടെ അവർക്ക് തുടരാൻ അനുവദിക്കുകയാണ് വേണ്ടത്. അതുപോലെ എത്ര ജനങ്ങൾക്ക് അതിന്റെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ഭൂമി തിരിച്ചെടുത്തിട്ട് എന്താ ഉണ്ടായത്? അതെല്ലാവർക്കും അറിയണല്ലേ. അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുകയും പിന്നീട് ഇപ്പോ വന്ന സർക്കാർ അവർക്ക് ആവശ്യമുള്ളവർക്കെല്ലാം പാർട്ടി ഓഫീസ് ആവട്ടെ, പാർട്ടി സംവിധാനങ്ങളാവട്ടെ, പാർട്ടിക്കാർക്കാവട്ടെ വേണ്ടത് വീതിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഈ ആത്മാർത്ഥത ഇല്ലാത്ത കുറെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഗിരിജൻ, അങ്ങ് നേരത്തെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ, എന്തായിരുന്നു അത്? മിസ്റ്റർ ഷിബു പറഞ്ഞ പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയെ കുറിച്ചിട്ടാണ്. ഞാനത് മറന്നുപോകണമെങ്കിൽ പറയാൻ, അമ്പേ പരാജയപ്പെട്ട ഒരു പദ്ധതിയാണ്. 25 ലക്ഷം മലയാളികളിലെ 877 പേര് മാത്രമാണ് അത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൽ തന്നെ 352 പേര് തിരിച്ചു വന്നവര്. ആ പദ്ധതിക്ക് റേറ്റിംഗ് ഇല്ല. 100 കോടി എന്ന് അവർ ഇതുവരെ സമാഹരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട. മംഗളം ഓൺലൈൻ പത്രത്തിൽ പോയാൽ അവരുടെ തന്നെ പരസ്യമുണ്ട്. 30 ലക്ഷത്തിന്റെ സീഡ് ക്യാപിറ്റൽ ഫണ്ടിങ്ങിനെ കുറിച്ച് ഷിബു പറഞ്ഞു. 10 ലക്ഷം മുദ്ര ലോണ്, ഒരു കൊലാറ്ററലും ഇല്ലാതെ കൊടുക്കുമ്പോൾ അന്ന് ഈ ഗവൺമെന്റ് ഇതിന് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടിരുന്നതാണ്, മോഡി ഗവൺമെന്റ് കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഈ ഓണക്കിറ്റ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്തുകൊണ്ട് ചെയ്തുകൂടാ? 500 രൂപ ഈ വക അഴിമതിയും ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്. പപ്പടത്തിന്റെ കോൺട്രാക്ട് കൊടുത്തതിന് എന്തോ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മിസ്റ്റർ ലിയോ, ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സത്യസന്ധരായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഒരു സാധു മനുഷ്യൻ പാലക്കാട് ഫാം തുടങ്ങിയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിക്കുന്നത് മുൻ പാലക്കാട് MP കൃഷ്ണദാസാണ്. ഓൺലൈൻ പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ ഷിബു പറഞ്ഞ മാതിരി ലോൺ കേരളത്തിൽ ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു പ്രോഗ്രാം അല്ല. ലോൺ കിട്ടാത്തതല്ല പ്രശ്നം ഷിബു. ലോൺ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യും?
നോക്കൂ, ഇപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പൈസ ലിക്വിഡിറ്റി ഉണ്ട് മാർക്കറ്റിൽ. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, സ്മോൾ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ് ലോൺ കിട്ടാത്തതല്ല പ്രശ്നം. യെസ്, അതാണ് ശ്രീ ഷിബു, അതാണ് പ്രശ്നം. ലോൺ കിട്ടാത്തതല്ല പ്രശ്നം. ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. അത് മറികടക്കാൻ പ്രവാസികളെ എന്നല്ല ഓരോ നിക്ഷേപകനെയും സഹായിക്കേണ്ടതുണ്ട്. ശ്രീ ഷിബു, അങ്ങേക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ, സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങ് പറഞ്ഞോളൂ. പ്രിയപ്പെട്ട ഗിരിജന ഒരു ചോദ്യം ചോദിച്ചു. ലോൺ കിട്ടുകയല്ല, കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഉള്ളതിനെ കുറിച്ച് പ്രവാസികൾക്ക് ബോധം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ തന്നെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് നോർക്ക റൂട്ട്സ് അടുത്ത ദിവസങ്ങളിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. അതായത് മാംസ വിൽപ്പന, ആടുമാട് വളർത്തൽ, അതുപോലെ തന്നെ ക്ടാരി വളർത്തൽ, മാംസ വിൽപ്പനശാലയോട് കൂടിയ ഭക്ഷണശാല, ഇതൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം കൊടുത്തുകൊണ്ടാണ് ഈ ലോൺ നൽകുന്നു എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയം. ഞാൻ സമയപരിമിതി മൂലം ഒറ്റ വാക്കിൽ നമ്മുടെ മുഹമ്മദിന്റെ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം മുഹമ്മദ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് UDF എന്നാണ്. അദ്ദേഹം പറഞ്ഞു ക്ഷേമനിധിയിലേക്ക് വേണ്ടി കുറെ പൈസ പിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കൊക്കെ പിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം UDFന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ക്ഷേമനിധിക്ക് വേണ്ടി തുക സ്വരൂപിച്ചിട്ട് ആകെ കൊടുത്തത് 500 റുപ്യയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമനിധി പെൻഷൻ 2000 റുപ്യ ആക്കിയ കാര്യം മുഹമ്മദ് അറിഞ്ഞിട്ടില്ല. ആ വിതരണം തന്നെ നടത്തിക്കൊണ്ടുവരികയാണ്. വളരെ ഗംഭീരമായ രീതിയിലാണ്. അല്ല, എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഓക്കെ, അത് രണ്ട് സർക്കാരുകളുടെയും പ്രവർത്തനത്തെ നമുക്ക് അങ്ങനെ കാണാമെങ്കിൽ തന്നെയും ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ വേണ്ടത്, നമുക്ക് ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ടത് നിക്ഷേപം നടത്തുന്നവർക്ക്, അത് ലോൺ എടുത്തിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, ഇതുവരെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണെങ്കിൽ തന്നെയും നിക്ഷേപം നടത്തുന്നവർക്ക് ഒരു റിട്ടേൺ കിട്ടാനുള്ള ഒരു സാഹചര്യം വേണം. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതിനുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ വേണ്ടത്. ഒട്ടേറെ പേർ, നിരവധി പേർ, സത്യമാണ് ഞാൻ ഈ പറയുന്നത്, അതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല, നമ്മുടെ കേരളത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കുറച്ച് ഇൻസിഡൻസ് നമുക്ക് വേണം. ആ ഒരു ഉദാഹരണം അവർക്ക്, നിങ്ങൾ വരൂ, ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ വരൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ ഗവൺമെന്റ് വളരെ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രവാസികളെ ഇത്രയും അധികം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്ന ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിവിഡൻഡ് പദ്ധതി, ഇവിടെ കുര്യൻ സാർ പറഞ്ഞതുപോലെ ദയവേത് പദ്ധതികളിലേക്ക് പോകേണ്ട, ദയവേത് പദ്ധതികളിലേക്ക് പോകരുത്. സാഹചര്യമാണ് വേണ്ടത്. അതിനുള്ള ഒരു ഉറപ്പ് നമ്മൾ ഒരു പ്രവാസി സംഘടന എന്ന നിലയിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തും. എവിടെയെങ്കിലും പ്രവാസികളുടെ നിക്ഷേപം, അല്ലെങ്കിൽ ഒരു നിക്ഷേപകന് നേരെ ചൊവ്വേ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ ചെറുകിട വ്യവസായം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ഇടപെട്ടിരിക്കും. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എതിർ നിൽക്കുന്നതെങ്കിലും പ്രശ്നമില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ അങ്ങേക്ക്? ഉണ്ടോ? പ്രവാസികളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ നവോദയ പോലുള്ള ഞാൻ വിശ്വസിക്കുന്ന എന്റെ സംഘടന പോലൊക്കെ വളരെ പ്രഗത്ഭമായി തന്നെ ഇവിടെ ഇടപെടുന്നുണ്ട്, ബോധവൽക്കരണം നടത്തുന്നുണ്ട്, പ്രവാസികളെ ഇത്തരം പദ്ധതികളിലെ അംഗങ്ങളാക്കി ഭാഗവാക്കിയാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധിയിൽ വളരെ ചുരുക്കം ചില എനിക്ക് ക്ഷേമനിധിയെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും അല്ല അറിയേണ്ടത്, പ്രവാസികൾക്കും അതല്ല അറിയേണ്ടത്. പ്രവാസികൾക്ക് ഇപ്പോൾ അറിയേണ്ടത്, അങ്ങയുടെ വാക്കിൽ നിന്ന് അറിയേണ്ടത്, അങ്ങ് തയ്യാറാണോ? അങ്ങയുടെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാൻ ഇപ്പോൾ അങ്ങ് പറയാൻ തയ്യാറാണോ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം, അങ്ങയുടെ ഇടതുപക്ഷം രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പോലും എതിർക്കാൻ പ്രവാസികൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ അങ്ങേക്ക് തയ്യാറുണ്ടോ? അങ്ങ് തയ്യാറാണോ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പ്രവാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചു മുൻപ് സംസാരിച്ച ആ വിഷയത്തിൽ പാലക്കാട് ഒരു ഫാം തുടങ്ങിയ പ്രവാസിയെ തകർക്കാൻ ശ്രമിക്കുന്ന മുൻ MP കൃഷ്ണദാസിന്റെ എതിരെ ശബ്ദിക്കാൻ അങ്ങേക്ക് തയ്യാറാണോ? അങ്ങ് തയ്യാറാണോ? അതൊന്നുമല്ല, അത് നിങ്ങൾ വെറുതെ പറയുകയാണ്. ഒരിക്കലുമല്ല, വെറുതെ അല്ല പറയുന്നത്. ഇത്തരം ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ല, ഞാൻ എണ്ണി പറയാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കാതിരുന്നതാണ്. ഞാൻ എണ്ണി പറയാം. സുഗതന്റെ വിഷയത്തിൽ അങ്ങ് എന്ത് ചെയ്തു? സാജന്റെ വിഷയത്തിൽ അങ്ങ് എന്ത് ചെയ്തു? വർക്കല, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു മൊബൈൽ റെസ്റ്റോറന്റുമായി ഇറങ്ങിയ ഒരു നിസാമുണ്ട്, അദ്ദേഹത്തിന്റെ ഭക്ഷ്യ വസ്തുക്കൾ പിടിച്ചെടുത്ത വിഷയത്തിൽ എന്ത് ചെയ്തു? ഈ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. നമുക്ക് ഒരു ജില്ലയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഫയലുകളുടെ ഒരു കൂമ്പാരം തന്നെ ലഭിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ. നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയൊക്കെ തെറി പറയും, അത്ര അപഖ്യാതി പറയും, അതാണ് ഉണ്ടാവുക. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട ഒരു ഉത്തരമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ട ഉത്തരം അതാണ്.
ആ ഒരു ആർജവം അങ്ങ് കാണിക്കണം. അതായത് എതിർക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെ തകർക്കുവാൻ മുന്നിൽ നിൽക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അത് അവരുടെ കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടിയുടെ പേര് നോക്കാതെ, ആ നിക്ഷേപം നടത്തുന്ന പ്രവാസിക്ക് ഒപ്പം നിൽക്കും ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഉത്തരം അങ്ങേക്ക് നൽകാൻ സാധിക്കുമോ? ഇന്ന് കേരളം ഭരിക്കുന്ന കേരള ഗവൺമെന്റ് ഒരിക്കലും അങ്ങ് പറഞ്ഞ് കേരളം ഭരിക്കുന്നത് ഇന്നയാളാണെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അങ്ങ് വലിയ വായിൽ സംസാരിക്കരുത്. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആത്മഹത്യകൾ നടന്നത്, പ്രവാസികളാണ് ആത്മഹത്യ ചെയ്തത്. അതിൽ ഒരു ഉത്തരവും നൽകുവാൻ, അതിൽ നിന്ന് ഒളിച്ചോടാൻ അങ്ങേക്ക് സാധിക്കില്ല. സാജൻ എന്നാണ് ആത്മഹത്യ ചെയ്തത് മിസ്റ്റർ ഷിബു, സാജൻ എന്നാണ് ആത്മഹത്യ ചെയ്തത്, സുഗുണൻ എന്നാണ് ആത്മഹത്യ ചെയ്തത്. എത്ര പേരാണ് തങ്ങളുടെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് ഓടിയത് കേരളത്തിൽ നിന്നും? ഓഡിറ്റോറിയത്തിന് പെർമിഷൻ കൊടുക്കാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കേരളത്തില്, അതും ഇടതുപക്ഷം ഭരിക്കുമ്പോ. എന്നിട്ട് അതും അയാളും പ്രവാസിയായിരുന്നു. അയാൾ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്ത് വഴിവിട്ട ഒരു കാര്യവും ഈ ഗവൺമെന്റ് കൊണ്ടുവന്നാലും ശരി തന്നെ, വഴിവിട്ട് ഒരു തരത്തിലും സഹായിക്കുന്നതിന് ഈ ഗവൺമെന്റ് തയ്യാറല്ല. നിയമാനുസൃതമുള്ള എല്ലാ പദ്ധതികൾക്കും ഈ ഗവൺമെന്റ് കൂടെ നിൽക്കും, കൂടെ ഉണ്ടാകും. പ്രവാസികളോടൊപ്പം തന്നെയാണ് ഈ ഗവൺമെന്റ് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഗവൺമെന്റ് ഇത്രയും അധികം വാക്കുകൾ കൊണ്ട് നമുക്ക് സത്യത്തെ മറയ്ക്കാൻ സാധിക്കില്ല ശ്രീ ഷിബു. എന്തായാലും എനിക്ക് ശ്രീ നിബുവിലേക്ക് വരാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കണം. കാരണം സമയം അവസാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. കാരണം ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ യഥാർത്ഥ വസ്തുത പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും അങ്ങ് പറഞ്ഞ ഒരു കാര്യം വളരെ വസ്തുതാപരമാണ്. അതായത് വായ്പകളല്ല ഇവിടെ പ്രശ്നം, സാഹചര്യമാണ് ഇവിടെ പ്രശ്നം. നിക്ഷേപം നടത്താൻ നമ്മൾ എത്ര പ്രവാസികൾ വേണമെങ്കിലും തയ്യാറാകും, പക്ഷേ അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം അല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുന്നവനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്, യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്ന വിരലുകളുടെ എണ്ണം ഉയരും, ഉയർത്തപ്പെടുന്ന ശബ്ദങ്ങളുടെ ഘനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതാണ്, നമ്മൾ മടുത്തിരിക്കുന്നു എന്ന് പ്രവാസികൾ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഒപ്പം നിന്നുകൊണ്ട് അവരെ തോളോട് തോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിക്ഷേപകരുടെ കണ്ണീർ വീണ് മടുത്തു പോയിരിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആത്മാവ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഗിരിജൻ, ഒപ്പം ശ്രീ ഷിബു തിരുവനന്തപുരം, ശ്രീ നിബു വർഗീസ്, ഒപ്പം ശ്രീ മുഹമ്മദ് കെ മുഹമ്മദ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രവാസികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മറികടക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളില്ല, അത് സത്യം തന്നെയാണ്. ഇവിടെ നിക്ഷേപം നടത്തുവാൻ ബാങ്ക് ലോണുകളുടെ ദൗർലഭ്യമല്ല പ്രശ്നം, നിക്ഷേപം നടത്താൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉയർന്നു വരേണ്ടത്. അതിനുള്ള പൊളിറ്റിക്കൽ വില്ലാണ് ഭരിക്കുന്നവർ കാണിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടലില്ല എന്ന് ജനങ്ങൾ ഇന്നും പറയും, നാളെയും പറയും, വരുന്ന നാളുകളിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർജവം കാണിക്കുക, പ്രവാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ സോൾട്ട് ഗ്ലോബൽ LLC, celebrated by Elite Group of Companies, highlighted by Stage UAE, inspired by Celestial Technical Service, energized by Capital Emirates. സംവാദ പരിപാടി ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ശുഭരാത്രി.